ഡോക്ടർ അരുൺകുമാർ, ഈ തട്ടിപ്പിന്റെ ഒരു സ്വഭാവം നമുക്കറിയാം. കേരളത്തിൽ നമ്മൾ ഒരുപാട് തട്ടിപ്പുകൾ കണ്ടിട്ടുണ്ട്. ഇതൊരു 3 ലെയറിലാണ്. ഒന്ന്, ഈ അനന്തകൃഷ്ണനും അനന്തകുമാറും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ഇതിന്റെ ഒരു ടോപ്പ് ലെവലുണ്ട്. ഇടയിൽ ഇവർ ചെയ്ത വളരെ കൗശലപൂർവ്വമുള്ള ഒരു കാര്യം, കുറെ NGO-കളെ, നേരത്തെ തന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളുമായി നന്നായി കണക്റ്റഡ് ആയ കുറെ ആളുകളെ ഇടയിൽ നിർത്തിക്കൊണ്ടാണ് ആളുകളിൽ നിന്ന് ഈ പകുതി വിലക്ക് ഇത്തരം സംഗതികളൊക്കെ. ഇവിടെ മനുഷ്യരുടെ ആർത്തിയൊന്നുമല്ല, സാധാരണക്കാരായ മനുഷ്യരുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളെയാണ് ഇവർ അഡ്രസ് ചെയ്ത്. ഒരു ചെറിയ സ്കൂട്ടർ, ഒരു ലാപ്ടോപ്പ്, ഇതൊക്കെ സ്വന്തമായിട്ട് കിട്ടണം എന്ന ആളുകൾ ആഗ്രഹിക്കും. അപ്പൊ അതിന് ചെറിയൊരു പൈസ, പലരും വളരെ പ്രയാസപ്പെടുന്ന മനുഷ്യര് ചെറിയ രൂപത്തിലൊക്കെയുള്ള പിന്നെ പണയം വെച്ചും വായ്പ വാങ്ങിയിട്ടൊക്കെയാണ് ഇത് പൈസയും കൊടുത്തിട്ടുള്ളത്. ഇപ്പോ നമ്മളിതിന്റെ ഒരു പെട്ടെന്ന് ഈ പരിപാടി ഒരു ചെയിനായി കുറെ പേർക്കൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. സംഗതി ഇതൊരു ഘട്ടത്തിൽ പൊട്ടി. ഇപ്പൊ നമ്മൾ അതിന്റെ അന്വേഷണത്തിലേക്ക് പോവാണ്. അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായി പരാതി കൊടുക്കുന്നവർ, അവര് പരാതി കൊടുക്കുമ്പോൾ അവര് ഏറ്റവും അടുത്ത് കാണുന്ന ഈ സീഡ് സൊസൈറ്റി ആയിരിക്കാം, കോർഡിനേറ്റർ ആയിരിക്കാം, അവർക്കെതിരെ പരാതി കൊടുക്കുക എന്നത് ഇതില് സ്വാഭാവികമാണ്. ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ച 2 പേര്, ഇപ്പൊ നജീബ് കാന്തപുരത്തിന്റെ ഈ മുദ്ര ഫൗണ്ടേഷൻ, ഇന്നിപ്പോ വി ശിവൻകുട്ടി മന്ത്രി അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹം അവിടെ വന്നിട്ടുണ്ട്, മുദ്ര ഫൗണ്ടേഷന്റെ ഓഫീസിൽ വന്നിട്ടുണ്ട്. ആ ഫൗണ്ടേഷൻ ഉദ്ഘാടനം ചെയ്ത അദ്ദേഹമല്ല, അവിടെ ലൈബ്രറിയും ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. നജീബ് കാന്തപുരത്തിന്റെ ഈ സ്ഥാപനം ഒരുപാട് കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് കൊടുക്കുന്ന, IAS ട്രെയിനിങ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന, ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മത വ്യത്യാസത്തിനും ഒക്കെ അതീതമായി പെരിന്തൽമണ്ണയിൽ നടപ്പാക്കുന്ന ഒരു ഏജൻസിയാണ്. ഇപ്പൊ ഈ KA ബക്കർ മാത്രമല്ല, കായംകുളത്ത് CPM-ന്റെ ജനപ്രതിനിധികൾ ഇതിന്റെ ഭാഗമായി വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും ജനങ്ങളിൽ നിന്ന് പണം കൊടുത്താൽ ഈ NGO ഫെഡറേഷൻ ഈ രൂപത്തിൽ കൊടുക്കുമെന്നൊരു വിശ്വാസ്യതയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്നൊരു കാര്യമുണ്ട്. ഇവരിപ്പോ ആദ്യഘട്ടത്തിൽ ഇന്ന് തന്നെ മന്ത്രി വി ശിവൻകുട്ടിയുടെ വാർത്താ സമ്മേളനം നിങ്ങൾ കേട്ടു. അദ്ദേഹത്തിന്റെ ഒരു പരിപാടിയിൽ അദ്ദേഹം വന്നു. അദ്ദേഹം അന്ന് പറഞ്ഞ ചില വാക്കുകൾ നേരത്തെ നജീബ് കാന്തപുരം തന്നെ ഉന്നയിച്ചു. ജനപ്രതിനിധികൾ, ഇവിടുത്തെ മന്ത്രിമാരെ, ഇവിടുത്തെ പിന്നെ പ്രതിപക്ഷ പാർട്ടിയിലെയും ഭരണ പാർട്ടിയിലെയും ഒക്കെ നേതാക്കന്മാരെ അവരുടെ പരിപാടികളിലേക്ക് ക്ഷണിച്ച് ഒരു വിശ്വാസ്യത. പക്ഷെ അവിടെ ഒരു ചെറിയ പ്രശ്നമുള്ളത് ശിവൻകുട്ടി മന്ത്രിയുടെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹം ശരിയാണ്, ആ പരിപാടിയിൽ പങ്കെടുക്കുകയും അനന്തകുമാറിനെ വിശ്വസിച്ചാണ് ആ പരിപാടിയിൽ വന്നതെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അതിനു മുൻപ് ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അതൊരു മന്ത്രിയുടെ, ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഒരു സീസണലായിട്ടുള്ള അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നുള്ളൊരു പ്രതികരണമാണ്. ഇത്രയും NGO-കളെയൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് തുടങ്ങുന്നത്. മാത്രമല്ല ഈ മീഡിയയൊക്കെ വളരെ അഗ്രസീവാണ്, ഇവരെന്ത് പറയും നാളെ എന്നറിയില്ല എന്നൊരു ഒരു കോഷൻ, ഒരു മുന്നറിയിപ്പ് അവിടെയുണ്ട്. പക്ഷേ എങ്കിലും സായി ഗ്രാമത്തിൻ്റെ ഫൗണ്ടേഷൻ ചെയർമാനായ അനന്തകുമാർ അവിടെ ഇരിക്കുന്നു. ആ അനന്തകുമാറിന് നേരിട്ട് പരിചയമുണ്ട് മന്ത്രിക്ക്. അപ്പോൾ അനന്തകുമാർ അവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നു എന്നാണ് അദ്ദേഹം ഒരു ജാമ്യം എടുക്കുന്നത്. ഇന്ന് അദ്ദേഹം വളരെ സത്യസന്ധമായി പറഞ്ഞു. അദ്ദേഹത്തിനെതിരെ മറ്റൊരു ആരോപണവും ഈ ഘട്ടത്തിലില്ല എന്നത് നമ്മൾ അറിയണം. അദ്ദേഹം ഇന്ന് വളരെ സത്യസന്ധമായി പറഞ്ഞു, ഇനിയുള്ള ഇത്തരം പരിപാടികളിൽ ഞാൻ പോലീസിൻ്റെ ക്ലിയറൻസ് കിട്ടാതെ പങ്കെടുക്കില്ല എന്നൊരു മുന്നറിയിപ്പ് അദ്ദേഹം ബാക്കിയുള്ള മന്ത്രിമാർക്കും MLA-മാർക്കും കൊടുക്കുക കൂടി ചെയ്യുന്നുണ്ട്. പക്ഷെ മുദ്രയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. മുദ്രയിൽ ഇപ്പോൾ ഒരു കേസ് വന്നു, ആ കേസ് പിൻവലിച്ചിട്ടുണ്ട്, പണം കൊടുത്തു. എത്ര പണം കൊടുക്കാൻ പറ്റും? ആ പണം ഇനി മുദ്ര എങ്ങനെ കൊടുക്കും? അങ്ങനെയാണെങ്കിൽ മുദ്രയുടെ വരവ് ഒരു വലിയ പ്രശ്നമാണ്. മുദ്രയ്ക്ക് ഈ പണം എങ്ങനെയാണ് ഇനി സമാഹരിക്കാൻ കഴിയുക എന്നത് വലിയ ചോദ്യമാണ്. അപ്പോൾ ശിവൻകുട്ടിയുമായി നമുക്ക് അങ്ങനെ നേരിട്ട് കമ്പയർ ചെയ്യാൻ കഴിയില്ല. കാരണം ഇവിടെ മുദ്ര തന്നെ സ്വന്തം റെസീപ്റ്റിൽ പണം വാങ്ങി ഈ പറയുന്ന കോൺഫെഡറേഷനിൽ അടച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആദ്യം മുതൽ പറഞ്ഞു വരാം. ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്നറിയോ, എനിക്ക് NGO-കളൊന്നും വലിയ വിശ്വാസമില്ല. പക്ഷെ ഇത് ഇവരൊക്കെ ഉള്ളതാണെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സർട്ടിഫിക്കറ്റ് കുറച്ചും കൂടി സൗണ്ട് ചെയ്യാണ്. അതൊരു കോഷനല്ല, അത് ഇവർക്കുള്ള ഒരു അംഗീകാരമായിട്ടാണ് അത് സൗണ്ട് ചെയ്യുക. 1. 2, ഈ മുദ്രയുടെ വിഷയത്തിൽ പിന്നെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമല്ല, മുദ്ര ഈ ആളുകളിൽ നിന്ന് പണം വാങ്ങുമ്പോൾ മുദ്ര ഇത് കൊടുക്കുന്ന ഒരു ഏജൻസി അല്ല. പിന്നെ ഡോക്ടർ അരുൺകുമാർ, ഈ ശിവൻകുട്ടി തന്നെ അത് അവിടുത്തെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അവർ ഈ പണം NGO ഫെഡറേഷനാണ് കൊടുത്തത്. NGO ഫെഡറേഷൻ ഇത് വിതരണം ചെയ്ത് കുറെ ആളുകൾക്ക് കൊടുത്തു, കുറെ ആളുകൾക്ക് കൊടുക്കാൻ കഴിയാതെ വരുന്നു. താങ്കളിപ്പോ ഇവിടെ നമ്മുടെ ഈ ചർച്ചയിൽ തന്നെ പങ്കെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി, അവർ ഏത് വിധേനയാണോ കളിക്കപ്പെട്ടത്, ഇവർ വ്യാപകമായി ഇത് കൊടുക്കുന്നു. അതിൽ ജനപ്രതിനിധികൾ പങ്കെടുക്കുന്നു, അതിൽ മന്ത്രിമാരുണ്ട്, അതിൽ ജസ്റ്റിസുമാരുണ്ട്. സ്വാഭാവികമായും തന്റെ മണ്ഡലത്തിലെ ചില ആളുകൾക്ക് ഇതിന്റെ ഗുണം വെട്ടിക്കോട്ടെ എന്ന് കരുതി ഇദ്ദേഹം അവർക്ക് ഈ പണം കൊടുത്തു. ഇത് കൃത്യമായി തിരിച്ചു വരാതെ വരുമ്പോ പരാതി കൊടുക്കുന്നു. ഇനി അദ്ദേഹത്തിന് എന്താ ചെയ്യാൻ കഴിയുക? അദ്ദേഹം കൂടി പിന്നെ കക്ഷിയായി അദ്ദേഹം ഇടയ്ക്ക് നിന്ന് വന്ന ഒരു സംഗതിയിൽ അത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ പണം നഷ്ടപ്പെട്ടാൽ
ആ വാർത്താ സമ്മേളനം കൺക്ലൂഡ് ചെയ്തുകൊണ്ട് നജീബ് കാന്തപുരം പറഞ്ഞതല്ലേ ലോകത്തെ ഏത് മനുഷ്യനും പറയാൻ പറ്റൂ. ഇത് ഒരുപാട് പാവങ്ങളുടെ കണ്ണീരുപ്പുള്ള പൈസയാണ്, അത് തിരിച്ചു കൊടുക്കലേ ഇനി നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അതിനനുവദിക്കാന്നല്ലാതെ നമ്മൾ എങ്ങനെയാണ് ഇത് രണ്ടും ശിവൻകുട്ടിയുടെ വിഷയത്തിലും നജീബിന്റെ വിഷയത്തിലും വേറെ വേറെയാണ് എന്ന് നമ്മൾ എങ്ങനെയാ പറയാ? ഈ പണം ഇവരെടുത്തിട്ടില്ലല്ലോ, കോർഡിനേറ്റർമാർ എടുത്തിട്ടില്ലല്ലോ, NGO-കൾ എടുത്തിട്ടില്ലല്ലോ. അവരെന്താ ചെയ്ത്? ഈ തട്ടിപ്പുകാരെ ഏൽപ്പിക്കല്ലേ ചെയ്തത്? നമ്മൾ ഈ ചർച്ച കൊണ്ടുപോകേണ്ടത് എവിടേക്കാ? യഥാർത്ഥത്തില് നമ്മൾ കൊണ്ടുപോകേണ്ടത് ഈ തട്ടിപ്പുകാരിലേക്കല്ലേ? ഇന്ന് തന്നെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത ഈ കോലാഹലം മുഴുവൻ ഉണ്ടായിട്ടും അതിന്റെ ഓൺലൈൻ പോർട്ടൽ ഇപ്പോഴും ഈ വൈകുന്നേരം ഞാൻ കണ്ടതാണ്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പൊ ഇനി അങ്ങോട്ട് പോലീസ് NOC വാങ്ങിയാൽ പോരാ, ഇവരൊക്കെ വ്യാപകമായി മന്ത്രിമാർ, ഗവൺമെന്റ് ഇത്തരം തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് തടയേണ്ട അതിന്റെ ഭരണ സംവിധാനം കയ്യിൽ വെക്കുന്ന ആളുകൾ തന്നെ ഈ രൂപത്തിൽ അതിന് ഓൺ ചെയ്യുമ്പോൾ അതിന്റെ വിശ്വാസ്യത വർദ്ധിക്കുകയല്ലേ ചെയ്യുക? അത് നേരത്തെ തന്നെ അതിനുള്ളൊരു ജാഗ്രത ഉണ്ടാവേണ്ടിയിരുന്നു. Debate with Dr. Arun Kumar.